ഉണക്കച്ചെമ്മീൻ റോസ്റ്റഡ്. അത്യാവശ്യ സാധനം സവോള, ചെറിയ ഉള്ളി, ഉലുവ, കറിവേപ്പില. ഇതെടുത്തിട്ട് പാൻ ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ചൂടാട്ടെ ചൂടായെന്ന് തോന്നുന്നു. എണ്ണ കിടന്ന് മെഴുകുക. ഓക്കെ, ഉലുവ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി, സവോള ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് സെറ്റായി വരുവേ. നന്നായിട്ട് വഴറ്റുക. ഒന്നുമില്ല ഇതിൻ്റെ അകത്ത് സംഭവം. ഒരു സവോളയുണ്ട്, പിന്നെ ചെറിയ ഉള്ളിയുണ്ട്, കറിവേപ്പിലയുണ്ട്. ഇതിൻ്റെ അകത്ത് നന്നായിട്ട് വഴറ്റണം, എന്നിട്ട് വഴറ്റി വരണം. ഇച്ചിരി തീ കുറവാണ്. അപ്പം നന്നായിട്ട് ഇട്ടിട്ട് ഇപ്പം ഇതിന് ഇച്ചിരി ഒന്നുകൂടി വെള്ളം വേണ്ടി നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കും. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സവോള പെട്ടെന്ന് വഴഞ്ഞ് കിട്ടുന്നതാണ് പറയുന്നത്. അത് നോക്കാം. എന്ന് വഴഞ്ഞ് കിട്ടും ദൈവത്തിന്. ഗോൾഡൻ കളറാകുന്നവരെ ചെയ്ത് കഴിഞ്ഞാൽ സവോളയ്ക്ക് നല്ല ടേസ്റ്റാണെന്നാണ് പറയുന്നത്. ഞാനുണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ദൈവത്തിന്. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുക്കിംഗ് പരിപാടി. ഞാൻ പക്ഷേ ആ വീഡിയോ ഒക്കെ എടുത്തിട്ടിരുന്ന പൊളിച്ച. കഴിഞ്ഞ ദിവസം ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ഇന്നലെ ഒരു ചിക്കൻ കുറുമയെന്നും പറഞ്ഞ് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ഞാൻ തനിயாக ഉണ്ടാക്കിയായിരുന്നു. എല്ലാവരും കഴിച്ചിട്ടോ, ഭയങ്കര ടേസ്റ്റ്, കുരുമുളകൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു. പക്ഷേ എൻ്റെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല, അല്ലായിരുന്നെങ്കിൽ വൈറലായിരുന്നു. ഇന്നൊരു ദിവസം ഒരു കറി വെച്ചിട്ട് എനിക്ക് പോലും കൂട്ടാൻ തോന്നി. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായി. യൂട്യൂബ് നോക്കിയല്ല ചെയ്ത്, ഞാൻ തന്നെയാണ് ചെയ്ത്. കുറേ സാധനമൊക്കെ ഇട്ട് എന്തൊക്കെയോ അളവൊക്കെ മാറിപ്പോയി. ഭയങ്കര സേഫ്, ഒന്നും പറയണ്ട. എന്തായാലും ഈ കുക്കിംഗ് എന്നൊക്കെ പറയുന്നുള്ളൂ, ഒരു പ്രത്യേക കൈപുണ്യം എന്ന് പറയുന്ന സാധനമുണ്ട്. അതാണ് കുക്കിംഗ്. ചിലർ ഒരു 2 ക്യാരറ്റ് അല്ലെങ്കിൽ 3 തക്കാളി അല്ലെങ്കിൽ 2-3 തക്കാളി അല്ലെങ്കിൽ ഒരു വെണ്ടയ്ക്ക അങ്ങനെയുള്ള സാധനമാണെങ്കിൽ 16 കറി ഉണ്ടാക്കും. അവർക്ക് അത് മതി. 16 കറി ഉണ്ടാക്കി. ഒരു രാമവർമ്മ ക്ലബ്ബിലൊരു പുള്ളിയുണ്ട്, ഷാജി എന്ന് പറഞ്ഞിട്ട്. പുള്ളി എൻ്റെ പൊന്നെ, ഒരു സാധനം ഇല്ലെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഓണർക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പുള്ളി അത് സെറ്റ് ചെയ്യണമെന്ന് പറയും. പുള്ളി ഉണ്ടാക്കുന്ന കറിയുടെ ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത സംഭവം. പുള്ളിക്ക് വേറെ ലെവൽ എത്തണ്ട. ഇപ്പം എവിടെയാണ് ഒരു ഹോട്ടലിൽ തന്നെ നിൽക്കുവാന്ന് തോന്നുന്നു. പുള്ളി ഒരു ഹോട്ടലൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ഒടുക്കത്തെ ആളായി. ഇത് വരണ്ടോ ഇല്ലെന്നറിയാം. ഗോൾഡനായ
കുറച്ചുകൂടി ആവുന്നുണ്ട്. തീ കൂട്ടുക. തീ കൂട്ടി വെച്ച് കഴിയുമ്പം ഗോൾഡിന് വരാൻ കരിയും മിക്കവാറും. ടേസ്റ്റ് ഉണ്ടെങ്കിലും നോക്കാം. ഈ സവോളയും ചെറിയ ഉള്ളിയും തമ്മിലുള്ള വ്യത്യാസമല്ല, കൂടി സാധനമല്ല. എങ്ങനെ സവോള ടേസ്റ്റാണോ ചെറിയ ഉള്ളി ടേസ്റ്റാണോ? സവോള വടയുണ്ട്, ഈ ഉള്ളി വടയെന്ന് പറയും, അത് പുള്ളി സാധനം ഭയങ്കര ടേസ്റ്റ്. പക്ഷെ നന്നായിട്ട് ക്രിസ്പിയാണ്. അതിൻ്റെ ഒരു വട ഈ ചെറിയ ഉള്ളി കൊണ്ടുണ്ടാകും, അത് പൊളിയായിരിക്കും. ഇനി നമുക്കേ ഒരു കാര്യം ചെയ്യാം. ഒരൊറ്റ മിനിറ്റ്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനില്ലേ, ഈ ചെമ്മീൻ നമുക്ക് എടുത്തിടാം. അയ്യോ ഒരു മിനിറ്റ്, ചെമ്മീൻ ഇടുന്നതിന് മുമ്പ് മുളക് പൊടി ഇടണം. ഒരു മിനിറ്റ്. നമുക്ക് ഇച്ചിരി മുളക് പൊടി. അയ്യോ ലൈറ്റ് മനുഷ്യനൊരു കാര്യം ചെയ്യാൻ നേരത്തെ ലൈറ്റ് വരെ ഓഫായി പോകും. ഇതെന്ത്? ഓക്കെ. ഈ മുളക് പൊടി ഉണ്ടല്ലോ, നമുക്ക് ഇച്ചിരി പിന്നത്തിട്ട് വിട്ട് ഇത്ര മതി, ഈ സ്പൂൺ മതി ഇട്ട് മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന, ഇങ്ങോട്ട് മാറി ഇവിടെ വെച്ചിരിക്കുന്ന ചെമ്മീനില്ല, ചെമ്മീൻ കൂടി ഇട്ട്, ചെമ്മീൻ്റെ അകത്ത് വെള്ളമുണ്ടെന്ന് തോന്നും, ഇങ്ങനെ ഇട്ട് ഇത് ഇളകി കൊടുക്കും. അത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണേ. രണ്ട് കൈ കൊണ്ട് എങ്ങനെയാണ്? എനിക്ക് ഒരു മിനിറ്റ്. ഞാൻ ഇത് ഓഫ് ചെയ്തിട്ട് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയും ഈ സവോളയും ഈ പറയുന്ന ചെമ്മീനും ഉണക്കച്ചെമ്മീനാണ്, ഉണക്കച്ചെമ്മീനും എല്ലാം കൂടി ഇട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അവർ ഉത്സവം കാണാൻ ഒറ്റമുള്ളൊരു ഉത്സവമല്ലേ, അവരെല്ലാവരും കൂടി ഉത്സവം കാണാൻ പോയി. പിള്ളേരും വൈഫും അമ്മയും എല്ലാം കൂടി ഉത്സവം കാണാൻ പോയി. പിന്നെ ഞാനിങ്ങനെ വെറുതെ ഇരുന്ന് മേടിച്ചപ്പം സാധനം ഉണ്ടാക്കിയേക്കാം എന്നും പറഞ്ഞ് ഉണ്ടാക്കിയത്. എന്താവും എന്തോ ഉണ്ടോ എന്ന് നോക്കട്ടെ. കൊണ്ടുവന്നു അതിന് പിന്നെ ഇട്ട് കൊടുക്കും. എങ്ങനെയായാലും ഇത് പൊളി സാധനമാണ്. പണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് കൊള്ളത്തില്ലെങ്കിൽ എന്നെ തന്നെ വരല്, കൊള്ളാമെങ്കിൽ അങ്ങോട്ട് കഴിച്ചോണം. അത്രേ ഉള്ളൂ. കൊള്ളത്തില്ലെങ്കിൽ കളയണം. അല്ലെങ്കിൽ എന്താ ചെയ്യണ്ടേ? നല്ല ടേസ്റ്റാണെങ്കിൽ കഴിക്കുക, ഇല്ലെങ്കിൽ അങ്ങോട്ട് കളയണം. നമ്മളിതൊക്കെ പഠിച്ചിട്ടൊന്നും അല്ല ഈ സാധനമൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ഒരു സാധനം അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി ഇതിൻ്റെ അകത്ത് ഇനി ഒരു സാധനം കൂടി ഇടാണ്ട്, മറ്റേ മഞ്ഞപ്പൊടി ഇടാൻ മറന്നുപോയേ. ഒരു മിനിറ്റ്. മഞ്ഞപ്പൊടി ഇട്ട് കേട്ടോ. കണ്ടത് കണ്ട, മറന്നുപോയി. ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ മറന്നു. ഈ സാധനം അങ്ങനെയാണ്. ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും 2-3 അടിക്കാൻ പാടില്ല. കുക്ക് ചെയ്യുന്ന ആരാണ്, ഏത് പാചകക്കാരനാണെന്ന് ശരി, കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും വെള്ളം അടിക്കാൻ പാടില്ല. മനസ്സിലായോ? കുക്കൊക്കെ കഴിഞ്ഞ് ആ ടേസ്റ്റ് ആൾക്കാരൊക്കെ കഴിക്കുന്ന ആ കൈയൊക്കെ വാടിച്ച് നക്കി പോകുന്നൊരു സംഭവമുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആഹ്ലാദത്തിൽ അടിച്ച് മരിക്കണ്ട, അടിച്ച് തകർത്ത് കേട്ടോ. അതാണ് സംഭവം. അപ്പോൾ ഞാൻ ഇത്രേ ഉള്ളൂ സംഭവം, വേറൊന്നുമില്ല. അതൊന്ന് ടേസ്റ്റ് നോക്കണേ. ടേസ്റ്റ് നോക്കിയാലേ എനിക്കറിയാൻ പറ്റുള്ളൂ. വെള്ളാവാതെ ഇത് കളയണമെന്ന്. ഓക്കെ, നിർത്തുവാണ്. ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ പറയാം. വെട്ടം വിളിച്ചൊന്നുമില്ല, ആ ട്യൂബിൻ്റെ വെട്ടമേ ഒരു സുഖമില്ല. എനിക്ക് അയ്യോ പൊടുന്നു. എടുക്കുവാണ്, ഞാൻ കഴിക്കുവാണ്.
കുഴപ്പമില്ല. എരിവ് ഇച്ചിരി വേണമെന്ന് തോന്നി. കുഴപ്പമില്ല, ടേസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യേ. എരിവ് ആ മുളക് പൊടി ഇച്ചിരി അല്ലേ ഇട്ടുള്ളൂ, നിങ്ങൾ കണ്ടല്ലേ. ഒന്ന് ട്രൈ ചെയ്തോ. ഇച്ചിരി മുളക് പൊടി, ഒരു ശകലം കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ പൊളിക്കും. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. ഓക്കെ.